പ്രിയപ്പെട്ടവരെ, ജി സുധാകരനെ വിമർശിച്ച് ജന്മനാടായ ചാരുമൂട്ടിലെ CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബി ബിനു രക്തസാക്ഷി കുടുംബത്തോടുള്ള പരിഗണന എന്ന നിലയിൽ ജി സുധാകരന് പാർട്ടിയിലും ജനങ്ങൾക്കിടയിലും പ്രത്യേക പരിഗണന ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസത്തോടെ അതെല്ലാം റദ്ദ് ചെയ്യപ്പെട്ടു. അരിവാൾ ചുറ്റിക നക്ഷത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ജി സുധാകരനെ വിലയുള്ളൂ എന്ന് ഏരിയ സെക്രട്ടറി ബി ബിനു റിപ്പോർട്ടറിനോട് പറഞ്ഞു. ചാരുമൂട്ടിലെ 3000 പാർട്ടി അംഗങ്ങളിൽ ഒരാൾ പോലും ജി സുധാകരനെ അനുകൂലിക്കില്ലെന്നും ഏരിയ സെക്രട്ടറി പറഞ്ഞു. കേൾക്കാം. അരിവാൾ ചുറ്റി നക്ഷത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ജി സുധാകരനെ വിലയുള്ളൂ. അല്ലാതെ മത്സരിക്കുന്ന ജി സുധാകരനെ സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന പരിഗണനയ്ക്കപ്പുറത്തേക്കൊന്നും കിട്ടേണ്ടതില്ല. ജി സുധാകരനെ അനുകൂലിച്ച് ഈ ചാരുമൂട് ഏരിയയിലെ പാർട്ടിക്ക് ഏതാണ്ട് 3000-ലധികം മെമ്പർഷിപ്പ് ഉണ്ട്. അതിലെ ഒറ്റ ഒരാൾ പോലും ഇതിനനുകൂലമായി പോകുന്ന പ്രശ്നമേ ഉണ്ടായി. ഒരു രക്തസാക്ഷി കുടുംബത്തോടുള്ള പരിഗണന എന്ന നിലയിൽ ജി സുധാകരന് പ്രത്യേകമായ പരിഗണന പാർട്ടിയിലും ജനങ്ങളുടെ ഇടയിൽ ലഭിച്ചിരുന്നു. പക്ഷേ അത് ഇന്നലത്തോടുകൂടി അതെല്ലാം റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നാണ് പറയാനുള്ളത്. അതേസമയം ജി സുധാകരൻ വിഷയത്തിൽ ജി സുധാകരന്റെ സഹോദരനുമായും റിപ്പോർട്ടർ സംസാരിച്ചു. മധുസൂദനുമായി 2017 താൻ മുൻകൈയെടുത്ത കാർഷിക പ്രൊജക്ടിന് CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായി മധുസൂദൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. രക്തസാക്ഷിയുടെ സഹോദരന് രക്തസാക്ഷിയുടെ പരിവേഷമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് പ്രത്യേകിച്ച് കരുതിക്കൂട്ടി ചാർത്തിക്കൊടുക്കേണ്ട കാര്യമല്ലെന്നും സഹോദരൻ ഭുവനേശ്വരൻ രക്തസാക്ഷിത്വം വരിച്ചിട്ടും രക്തസാക്ഷി പണം കൈപ്പറ്റാത്ത കുടുംബമാണ് തങ്ങളുടേതെന്നും മധുസൂദനൻ, അതായത് ജി സുധാകരന്റെ സഹോദരൻ, റിപ്പോർട്ടറിനോട് വ്യക്തമാക്കി. ജി സുധാകരന്റെ സഹോദരൻ മധുസൂദനൻ നായരാണ് നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹം താമസിക്കുന്നത് ചാരുമൂട്ടിലാണ്. ഇപ്പോൾ ഇന്നലെ അങ്ങ് സംഭവങ്ങളൊക്കെ അറിഞ്ഞു കാണും. ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു. രക്തസാക്ഷിത്വം വഹിച്ച ഭുവനേശ്വരൻ, അദ്ദേഹത്തെ പറ്റി ഇന്നലെ കുറച്ച് കാര്യങ്ങൾ ജി സുധാകരൻ പറഞ്ഞിരുന്നു. പന്തളം NSS കോളേജിൽ അദ്ദേഹം SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. KSUവിൻ്റെ ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. പക്ഷേ പാർട്ടി തിരിഞ്ഞു നോക്കിയില്ല. പാർട്ടിയുടെ ഭാഗത്തു നിന്നും പിന്നീട് നിയമപരമായിട്ടുള്ള സഹായങ്ങളൊന്നും ലഭിച്ചില്ല എന്ന് ജി സുധാകരൻ പറഞ്ഞിരുന്നു. അങ്ങ് ആ കാലഘട്ടം ഓർക്കുന്നുണ്ടോ? അവനവന് വേണ്ടി അല്ലാതെ രക്തം ചിന്തുന്നവരാണല്ലോ രക്തസാക്ഷികൾ. ഇപ്പോൾ ഭുവനേശ്വരനെ സംബന്ധിച്ചായാലും ഭുവനേശ്വരനോടായാലും ഭുവനേശ്വരൻ്റെ രക്തസാക്ഷി കുടുംബത്തോടായാലും ഏതാണ്ട് 90കൾ മുതൽ അല്പം വിഭാഗീയത ചാരുമൂട്ടിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. ഇപ്പോൾ 2017 ഒരു ഗവൺമെൻറ് കാർഷിക പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഞാൻ മുൻകൈയിൽ നടത്തിയിരുന്ന ഒരു പ്രോജക്റ്റിന് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് 2 ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ചപ്പോൾ നിർവാഹമില്ല എന്ന് പറയേണ്ട ഒരവസ്ഥയുണ്ടായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പാർട്ടി മെമ്പറായിരുന്ന എനിക്കെതിരെ അധിക്ഷേപത്തിൻ്റെ രീതി തുടരുന്നു എന്ന് തോന്നിയപ്പോൾ പാർട്ടി അംഗത്വം പുതുക്കണ്ട എന്ന് തീരുമാനിച്ച ഒരു വ്യക്തിയാണ് ഞാൻ 2017. ഭുവനേശ്വരൻ രക്തസാക്ഷിത്വം വഹിച്ചതിന് ശേഷം ജി സുധാകരൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആ രക്തസാക്ഷിത്വം അതിന് ഒരു പ്രാധാന്യമുണ്ടായിരുന്നു, ഒരു ഘടകമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അങ്ങയുടെ ഒരു നിലപാട്? നല്ല ചോദ്യമാണല്ലോ. ഒരു രക്തസാക്ഷിയുടെ സഹോദരന് രക്തസാക്ഷിയുടെ പരിവേഷം ഉണ്ടാകുക അത് സ്വാഭാവികമാണല്ലോ. അത് പ്രത്യേകിച്ച് അടിച്ച് ആരെങ്കിലും കരുതി കൂട്ടി ചാർത്തി കൊടുക്കേണ്ട ഒരു വസ്തുതയല്ല. രക്തസാക്ഷി കുടുംബത്തിൽപ്പെട്ട ഒരാളാണത്. ഞങ്ങളുടെ രക്തസാക്ഷി കുടുംബം എന്ന് പറയുന്നത് രക്തസാക്ഷി പണമൊന്നും കൈപ്പറ്റാത്ത ഒരു കുടുംബം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ആ വക കാര്യങ്ങൾ വളരെ തുറന്ന മനസ്സോടുകൂടിയാണ്. അർഹതപ്പെട്ട ആളുകൾക്ക് അദ്ദേഹം ജീവിതത്തിൽ തൻ്റെ നല്ല കാലം, ഇപ്പോൾ ഇത്ര പ്രായമായ സമയത്ത് വരെ പൊതുരംഗത്താണ് പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക രംഗത്തിലാകട്ടെ മറ്റു രീതിയിലാകട്ടെ യാതൊരു രീതിയിലുള്ള സ്വാധീനവും ഞങ്ങളാരും പുലർത്തിയിരുന്നില്ല, അതിലിടപെടുകയോ ഒന്നുമേ ചെയ്തിരുന്നില്ല. ജി സുധാകരൻ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും ഒപ്പം തന്നെ ഭരണാധികാരി എന്ന നിലയിലും സംശുദ്ധമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചിരുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ മധുസൂദനൻ നായർ വ്യക്തമാക്കിയത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, ആലപ്പുഴ. താങ്ക് യു പ്രവീൺ.